ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമദ് നാരായണീയം ദശകം 84 സമന്ത പഞ്ചകയാത്ര. ശ്ലോകങ്ങൾ 7ഉം 8ഉം പഠിക്കാം. ശ്ലോകം 7. അപഗത വിരഹവ്യഥാസ്തദാതാ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിതാത്മകോഹമാത്മേത്യുദയതു വ സ്ഫുടമേവ ചേതസീതി. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അപഗത വിരഹ വ്യഥ സ്തദാ താ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖ ചിതാത്മകോഹം ആത്മേതി ഉദയതു വ സ്ഫുടം ഏവ ചേതസീതി. അർത്ഥം: തത് അപ്പോൾ, താ ആ ഗോപികമാരെ, രഹസി ഏകാന്തതയിൽ, അപഗത വിരഹവ്യഥ വിരഹവേദന മാറിയവരാക്കി, വിധായ തീർത്തിട്ട്, അഹം ഞാൻ, പരമസുഖചിതാത്മക പരമാനന്ദ ജ്ഞാനസ്വരൂപമായ, ആത്മാ ഇതി ആത്മാവ് ആണെന്ന്, വ നിങ്ങളുടെ, ചേതസി ഉള്ളിൽ, സ്ഫുടം ഏവ വളരെ വ്യക്തമായി തന്നെ, ഉദയതു ബോധം വളരട്ടെ, ഇതി എന്നിപ്രകാരം പറഞ്ഞിട്ട്, തത്വബോധം പരമതത്വത്തെ കുറിച്ചുള്ള ജ്ഞാനം, ദദാഥ അവർക്കു നൽകി. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം, എങ്ങനെ ചൊല്ലാമെന്നും. അപഗത വിരഹ വ്യഥാസ്തദ ചേർത്തിട്ട് അപഗത വിരഹ വ്യഥാസ്തദ. വ്യഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. താ രഹസി വിധായ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ദദാഥ ദ ദ എന്നുള്ളത് ദയൽത്തെ, ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത്വബോധം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പരമസുഖ ചിതാത്മക അഹം ആത്മേതി ഉദയതു. അതുവരെ ഒന്നിച്ച് ചൊല്ലണം. പരമസുഖചിതാത്മകോഹമാത്മേത്യുദയതു വ അവിടെ വിസർഗം. പരമസുഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ആത്മേ ഉദയതു വ സ്ഫുടമേവ സ്ഫു ഫു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പാഫ രണ്ടാമത്തെ ഫ എന്നാണ്. സ്ഫുടമേവ. ചേതസീതി ചേതസി ഇതി ചേർത്തിട്ടാണ് ചേതസീതി. അപഗത വിരഹ വ്യഥാസ്തദാ താ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിതാത്മകോഹമാത്മേത്യുദയതു വ സ്ഫുടമേവ ചേതസീതി. അടുത്തത് 8ാമത്തെ ശ്ലോകം. സുഖരസപരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈ സമഭവമുദഃ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം. സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവത് ഉദ്ധവോപദേശൈ സമഭവത് അമുത പരം തു താസാം പരമ സുഖൈക്യമയീ ഭവത് വിചിന്ത. അർത്ഥം: പുരാ പണ്ട്, ഉദ്ധവോപദേശൈ ഉദ്ധവന്റെ ആത്മോപദേശത്താൽ, വിയോഗ വേർപാട്, കിമപി സ്വൽപ്പമെങ്കിലും, സുഖരസ പരിമിശ്രിതൈ ആനന്ദത്തോടു കൂടി കലർന്നതായി, അഭവത് തീർന്നിരുന്നു, അമുത പരം തു എന്നാൽ ഭഗവാന്റെ ഉപദേശത്തിന് ശേഷമാകട്ടെ, താസാം ആ ഗോപികമാർക്ക്,
ഭവച്ചിന്ത അവിടുത്തെ കുറിച്ചുള്ള ചിന്ത പരമസുഖൈക്യമയി പൂർണ്ണമായും ചേർന്നതായി സമഭവത് പരിണമിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം, എങ്ങനെ ചൊല്ലാമെന്നും. സുഖരസ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പരിമിശ്രിതോ വിയോഗ, അവിടെ വിസർഗം വിയോഗ. കിമപി പുരാഭവത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഉദ്ധവോപദേശൈ, അവിടെയും വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ പുരാഭവതുദ്ധവോപദേശൈ. ഭവത് എന്നുള്ളതിൻ്റെ ഭാന്നു നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഉദ്ധവ എന്നുള്ളതിൻ്റെ ധാന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സമഭവതമുദ, സമഭവത് അമുത, അവിടെ വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ സമഭവതമുദ പരം തു താസാം പരമസുഖൈക്യമയീ. സുഖൈക്യ എന്നുള്ളതിൻ്റെ ഖൈ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവത് ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിചിന്ത, ഭവദ്വിചിന്ത, നമ്മൾക്കത് പിരിച്ചിട്ട് ചൊല്ലാം. ഭവത് വിചിന്ത അങ്ങനെ ചൊല്ലാം. സുഖരസപരിമിശ്രിതോ വിയോഗ കിമപി പുരാഭവമുദ്ധവോപദേശൈ സമഭവതമുദ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.